ഹലോ വ്യൂയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മോരുകറിയാണ്. അത് നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോ കൂടി കാണുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മോര് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി നടുവേ കീറിയത്, പിന്നെ ഇഞ്ചി നമ്മൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം നമ്മളിതിനെ ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കരിവേപ്പില, പച്ചമുളക്, പിന്നെ ചുവന്നമുളക്. ഇതിനെ നടുവേ നമ്മൾ കീറണം. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിലേക്ക് ഉപ്പ്, കടുക്, ഉലുവ, ജീരകം, അതുകൂടാതെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞപ്പൊടിയാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി തന്നെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പാത്രം അടുപ്പത്ത് വെക്കണം. പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കോക്കനട്ട് ഓയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇച്ചിരി ഇട്ടാൽ മതി. അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ജീരകവും പിന്നെ കടുകും കൂടി ഇട്ട് നല്ല രീതിയിൽ അതിനെ വരട്ടിയെടുക്കുക. അത് കൂടാതെ നമ്മളതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചുവന്ന മുളകും പിന്നെ നമ്മളതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അതുകൂടാതെ നമ്മൾ ഇഞ്ചിയും കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ അതിനെ വരട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ഉപ്പും നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മഞ്ഞപ്പൊടിയും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അതിനെ വരട്ടി കൊടുക്കാം. നല്ല രീതിയിൽ അതിനെ വരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മോര് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ നമ്മളതിനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇല്ലാന്നാണെങ്കിൽ അത് തിളയ്ക്കാനായിട്ട് വിടരുത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ ഒരിക്കലും നമ്മൾ മോരുകറി തിളയ്ക്കാനായിട്ട് നമ്മൾ വിടരുത്. തിളയ്ക്കാനായിട്ട് വിട്ടിരുന്നുണ്ടെന്നാണെങ്കിൽ മോരുകറി പിരിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് നല്ല ചൂടോടെ തന്നെ നമുക്കതിനെ വാങ്ങി വെക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.